ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ക്രിയേറ്റേഴ്സും ആഗ്രഹിച്ച ഒരു അടിപൊളി അപ്ഡേറ്റാണ് യൂട്യൂബിൽ ഇപ്പോൾ വരാൻ പോകുന്നത്. ഒരുപാട് ക്രിയേറ്റേഴ്സിനുള്ള ഒരു പ്രശ്നമാണ് അവരുടെ ചാനലിൽ എന്തെങ്കിലും പോളിസി ബ്രീച്ച് എല്ലാം വരികയാണെങ്കിൽ അതിനുശേഷം ഇത് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്ന് അവർക്കറിയില്ല. കുറെ ക്രിയേറ്റേഴ്സിന് ക്ലെയിം എല്ലാം ലഭിച്ചു, എന്നാൽ ഇത് എന്തുകൊണ്ടാണ് വന്ന് എന്ന് അവർക്കറിയില്ല. കാരണം അവർ വളരെയധികം ശ്രദ്ധിച്ചാണ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിരുന്നത്. എന്നാലും അവർക്ക് കോപ്പിറൈറ്റ് ക്ലെയിം എല്ലാം വരുന്നു. അതിനാൽ തന്നെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പലർക്കും അറിയില്ല. സാധാരണ ഇങ്ങനെയെല്ലാം വരുമ്പോൾ അവർ മറ്റു യൂട്യൂബേഴ്സിന്റെ അല്ലെങ്കിൽ മറ്റു ക്രിയേറ്റേഴ്സിന്റെ ഹെൽപ്പ് എല്ലാം തേടുകയാണ് ചെയ്യാറ്. എന്നാൽ എല്ലാ ക്രിയേറ്റേഴ്സിനും വളരെ പ്രയോജനപ്രദമായ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇത് എന്താണ് എന്ന് നോക്കാം. നിങ്ങളുടെ ചാനലിൽ എന്തെങ്കിലും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷൻ എല്ലാം സംഭവിക്കുകയാണെങ്കിൽ ഇത് മനസ്സിലാക്കുന്നതിന് യൂട്യൂബ് നിങ്ങൾക്ക് ഒരു ടൈം സ്റ്റാമ്പ് ഷെയർ ചെയ്യും. നിലവിൽ ഇത് കുറെ ക്രിയേറ്റേഴ്സിന് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. യൂട്യൂബിന്റെ പ്രൊഡക്റ്റ് ആൻഡ് പോളിസി ടീം ഇവർ കാര്യങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതിനും അതുപോലെ ഇങ്ങനെ വയലേഷൻസ് എല്ലാം സംഭവിക്കുമ്പോൾ എങ്ങനെ ഒരു ക്രിയേറ്റർക്ക് അവർക്ക് സ്വയം ഹാൻഡിൽ ചെയ്ത് ഈ കാര്യമെല്ലാം സോൾവ് ചെയ്യാൻ സാധിക്കുമെന്ന അവയർനെസ് എല്ലാം കൊടുക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് സൂക്ഷ്മമായി നോക്കാം. നമ്മുടെ ചാനലിൽ ഇതുപോലെ എന്തെങ്കിലും സിറ്റുവേഷൻ എല്ലാം വരികയാണെങ്കിൽ നമുക്ക് ഇതിന് എന്താണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് മനസ്സിലാക്കി തരുക എന്നതാണ് യൂട്യൂബിന്റെ ലക്ഷ്യം. അതോടൊപ്പം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ ലിങ്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യുമെന്നാണ് യൂട്യൂബ് അറിയിച്ചിരിക്കുന്നത്. ഉദാഹരണമായി നിങ്ങളുടെ വീഡിയോയിൽ ഒരു പോളിസി വയലേഷൻ സംഭവിച്ചു. ഇത് വീഡിയോയിൽ എവിടെയാണ് എന്നും ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ക്രിയേറ്റർക്ക് തന്നെ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ ഒരു മിനിറ്റിലാണ് നിങ്ങളുടെ പോളിസി വയലേഷൻ സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ടൈം സ്റ്റാമ്പിൽ 1 മിനിറ്റ് എന്ന് കാണിക്കും. അതിനോടൊപ്പം എന്ത് പോളിസിയാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും സാധിക്കും. ഉദാഹരണമായി നിങ്ങൾ ഹാംഫുൾ ഓർ ഡേഞ്ചറസ് പോളിസിയാണ് വയലേറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ടൈം സ്റ്റാമ്പിന് അടുത്തായി ഹാംഫുൾ ആൻഡ് ഡേഞ്ചറസ് പോളിസി കണ്ടന്റ് എന്ന് കാണിക്കും. അതിനാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ ഏത് പോളിസിയാണ് ബ്രീച്ച് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതിനോടൊപ്പം ഈ പോളിസിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനുള്ള ലിങ്കും യൂട്യൂബ് പ്രൊവൈഡ് ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണിത്. അതിനാൽ തന്നെ ഓരോ ക്രിയേറ്റേഴ്സിനും എന്തെങ്കിലും വയലേഷൻ സംഭവിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ ചാനലിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്നും ഇതിന് നമുക്ക് ബെസ്റ്റ് ഓപ്ഷനായി എന്ത് ചെയ്യാൻ സാധിക്കുമെന്നും സ്വയം ഡിസൈഡ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്